ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോണിക് കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് ആണ്. ഓക്കെ, ഇൻഡക്ഷൻ മെഷീൻ്റെ ഇതിൽ തന്നെയുള്ള സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ്, ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഏരിയയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് എന്നുള്ളത്. കാരണം നമ്മൾ പറഞ്ഞു ഇൻഡക്ഷൻ മോട്ടർ എന്താണ്, സെൽഫ് സ്റ്റാർട്ടാണ്, ശരിയല്ലേ? അപ്പോൾ സ്റ്റാർട്ടിംഗ് മെത്തേഡ്സിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ വരുന്നത് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് സാധനം മാക്സിമം ആണെന്ന് പറഞ്ഞു അല്ലേ. വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് മാക്സിമം ആണ്, കാരണം അവിടെ മാക്സിമത്തിൽ എന്താണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ എന്താണ്, സ്ലിപ്പ് 1 ആണ് അല്ലേ. അപ്പോൾ ഇംപെഡൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്താണ്, വളരെ മാക്സിമം ആണ്. അപ്പോൾ വോൾട്ടേജ് മാക്സിമം ആകുന്ന സമയത്ത് നമ്മൾ ഇംപിഡൻസ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അതായത് റോട്ടർ കറണ്ട് എന്തായിരിക്കും, വളരെ ലാർജ് കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വോൾട്ടേജ് സ്ലിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലാർജ് കറണ്ടാണ് ആക്ച്വലി ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ലാർജ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ സ്റ്റേറ്ററിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ റിസൾട്ട്സ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ഹൈ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അബൌട്ട് 5 to 8 ടൈംസ് ഫുൾ ലോഡ് കറണ്ട്, സ്റ്റേറ്ററിലെ 5 to 8 ടൈംസ് ഫുൾ ലോഡ് കറണ്ടിൻ്റെ എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഉള്ള സമയത്ത് അതും ഏതിലാണ്, ലോ പവർ ഫാക്ടറിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ്, സ്റ്റാർട്ടിങ് ടോർക്ക് എന്ന് പറയുന്ന സാധനം വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ടോർക്ക് വളരെ ലോ ആയിരിക്കും, പക്ഷേ സ്റ്റാർട്ടിങ് കറണ്ട് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യലി ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളെ സ്റ്റാർട്ടിങ് മെത്തേഡ്സിൻ്റെ ആവശ്യം, എക്സ്റ്റേണൽ സ്റ്റാർട്ടിങ് മെത്തേഡ്സ്? ശരിക്കും ഇത് എന്താണെന്ന് വെച്ചാൽ മോട്ടർ സ്റ്റാർട്ട് ചെയ്യാനല്ല ശരിക്കും ഇത്. അതായത് ഇതൊരു സ്റ്റാർട്ടേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ എക്സ്റ്റേണലുള്ള ഹൈ കറണ്ട്, ഈ ഹൈ കറണ്ടിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലിമിറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സ് ആയിട്ടാണ് ഇത് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ പർപ്പസ് ഓഫ് ദ സ്റ്റാർട്ടേഴ്സ് ഇൻ കേസ് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് നോട്ട് ടു സ്റ്റാർട്ട്. ഈ പോയിന്റ് ഓർക്കുക, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയല്ല, കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദ പർപ്പസ് ഓഫ് ദ സ്റ്റാർട്ടേഴ്സ് ഈസ് ടു ലിമിറ്റ് ദ ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട്. ഈ ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ടിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. ഓക്കെ, അപ്പോൾ ഇഫ് സച്ച് ഹൈ കറണ്ട് ഫ്ലോസ് ത്രൂ ദ വൈൻഡിങ്, ഈ വൈൻഡിങ്ങിൽ അത്രയും ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുവാണെങ്കിൽ, ഒരുപാട് സമയത്തേക്ക് ഫ്ലോ ചെയ്യുവാണെങ്കിൽ ഈ മോട്ടറിൻ്റെ വൈൻഡിങ് എന്താവാം, ഡാമേജ്ഡ് ആവാം അല്ലേ. അപ്പോൾ ആ വൈൻഡിങ് ഡാമേജ് ആവുന്ന ആ സ്റ്റാർട്ടിങ് കറണ്ട് കൂടുതലുള്ള സാധനത്തിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലിയർ ആയോ എന്തിനാണ് സ്റ്റാർട്ടർ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സിൻ്റെ ആവശ്യകത ഇതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേറൊരു വേർഷനിൽ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, V-C/R എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഇതൊന്നുമില്ല, EMF ഒക്കെ 0 ആണ്. അതായത് ഇവിടെ ഉണ്ടാകുന്ന കറണ്ട്, ഇപ്പോൾ ഉള്ള കറണ്ട് എന്ന് വെച്ചാൽ വളരെ ഹൈ കറണ്ട് ആയിരിക്കും അല്ലേ. പിന്നെ ഇത് പതുക്കെ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാക്ക് EMF അല്ലെങ്കിൽ ഈ ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസ് ചെയ്യുന്ന വോൾട്ടേജ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഇത് കൂടുമ്പോൾ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് കറണ്ട് പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടിങ് മെത്തേഡ്സ് അങ്ങനെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മൾ സ്റ്റാർട്ടേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, അപ്പം ഓർത്ത് വയ്ക്കാം. പിന്നെ ഹൗ ടു കൺട്രോൾ യുവർ സ്റ്റാർട്ടിങ് കറണ്ട്, നമ്മളെ സ്റ്റാർട്ടിങ് കറണ്ടിനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. അപ്പം സിൻസ് എ സ്റ്റാർട്ടിങ് കറണ്ട് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഇംപിഡൻസ് ഓഫ് ദ മോട്ടർ വൈൽ സ്റ്റാർട്ടിങ്, ഈ സ്റ്റാർട്ടിങ് കറണ്ടൊക്കെ എന്തിനെ ഡിപ്പെൻഡൻ്റ് ആണ്, ഇംപിഡൻസിനെ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ റിഡക്ഷൻ ഓഫ് സ്റ്റേറ്റർ വോൾട്ടേജ് വിൽ റെഡ്യൂസ് ദ സ്റ്റാർട്ടിങ് കറണ്ട് റിക്വയർമെൻറ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഈ കൺട്രോൾ ടെക്നിക്സിൽ മൊത്തത്തിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് മെത്തേഡ്സിൽ മൊത്തത്തിൽ നമ്മൾ സ്റ്റേറ്ററിൻ്റെ വോൾട്ടേജിൻ്റെ റിഡക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. ക്ലിയർ ആയില്ലേ? കാരണം നിങ്ങൾ നേരത്തെ ഈ ഇക്വേഷൻ നോക്കിയാലും മനസ്സിലാവും, നമ്മൾ ഇനീഷ്യലി ഇവിടെ ഹൈ വോൾട്ടേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വോൾട്ടേജിൽ ഒരു റിഡക്ഷൻ സംഭവിച്ചപ്പോഴാണ് ഈ കറണ്ട് എന്ത് ചെയ്യുന്നത്, ലിമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ റെഡ്യൂസ്ഡ് സ്റ്റാർട്ടിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗ് കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് എപ്പോഴും അറിയാം Z ഒക്കെ ഒരു ഇനീഷ്യലി ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. അതായത് ഈ ഇക്വേഷൻ നോക്കിയാൽ മതി, =V/Z അല്ലേ. അപ്പോൾ ഈ Z ഒക്കെ സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഒരു ഇമ്പിഡൻസ് ഒക്കെ ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇത് ആക്ച്വലി അഫക്റ്റ് ചെയ്യുന്ന വോൾട്ടേജിനെ തന്നെയാണ്.
അപ്പോൾ ഈ വോൾട്ടേജ് കൂടി കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് ഓട്ടോമാറ്റിക്കലി കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ വോൾട്ടേജിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ റെഡ്യൂസ്ഡ് വോൾട്ടേജിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റാർട്ടിങ് കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതാണ് കീ പോയിന്റ്. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ ഓഫ് യുവർ സ്റ്റേറ്റർ വോൾട്ടേജ് വിൽ റെഡ്യൂസ് ദ സ്റ്റാർട്ടിങ് കറണ്ട് റിക്വയർമെൻറ്റ്. അപ്പോൾ ഇനീഷ്യൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കറണ്ട് ആവശ്യമുള്ള റിക്വയർമെൻറ്റിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ സ്റ്റേറ്റർ വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. എസെൻഷ്യലി ഇതൊക്കെ എന്താണ്, ഫിക്സഡ് വാല്യൂ ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ വോൾട്ടേജ് ആണ് ഇറ്റ് വിൽ ബി ഡയറക്റ്റ്ലി എഫക്റ്റിംഗ് ദ സ്റ്റാർട്ടിങ് കറണ്ട്. അതാണ് സ്റ്റാർട്ടിങ് കറണ്ടിനെ ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. ഈ സ്റ്റാർട്ടിങ് വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്യുന്ന വഴി സ്റ്റാർട്ടിങ് കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ് ടോർക്കും എന്ത് ചെയ്യാം, കുറയ്ക്കാം. ക്ലിയർ? ആ ഒരു അഡ്വാൻറ്റേജും കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇതിലും കൂടി പറയാനുണ്ട്. കാരണം നമ്മുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, v² അല്ലേ. അപ്പോൾ v കുറഞ്ഞതിന് നമുക്ക് എന്ത് ചെയ്യാം, ടോർക്കും എന്ത് ചെയ്യാം, കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് വോൾട്ടേജ് കുറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടോർക്കും നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സ്റ്റാൻഡ് സ്റ്റില്ലാണ് ഇതൊക്കെ പറയുന്നത്. അതായത് ഇനീഷ്യൽ സ്റ്റാർട്ടിങ് കുറച്ച് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ബൈ റെഡ്യൂസിങ് ദ സ്റ്റാർട്ടിങ് വോൾട്ടേജ് അറ്റ് ദ മോട്ടോർ ടെർമിനൽസ് യുവർ സ്റ്റാർട്ടിങ് ടോർക്ക് ഈസ് ഓൾസോ ഡിക്രീസ്ഡ്. ഓക്കെ, ബിക്കോസ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു യുവർ v². v എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അപ്ലൈഡ് വോൾട്ടേജ് ടു യുവർ സ്റ്റേറ്റർ ആണ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സ്റ്റാർട്ടിങ് കറണ്ടും കുറയ്ക്കാം, അതുവഴി സ്റ്റാർട്ടിങ് ടോർക്കും എന്ത് ചെയ്യാം, കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ആ ഒരു പോയിൻറ്റും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് സ്റ്റാർട്ടിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് സ്റ്റാർട്ടിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എല്ലാ ഇതിലും നമ്മൾ സ്റ്റാർട്ടിങ് ടോർക്കിൻ്റെയും ഫുൾ ലോഡ് ടോർക്കിൻ്റെയും ഒരു റിലേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ആ റിലേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ മൊത്തം മൂവ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റിലേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇത് ഡെറിവേഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ആദ്യമേ സെറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. സ്റ്റാർട്ടിങ് ടോർക്ക്, അതായത് TST ബൈ ഫുൾ ലോഡ് ടോർക്ക് ഈസ് ഈക്വൽ ടു IST ബൈ IFL ദ ഹോൾ സ്ക്വയർ ഇൻറ്റു SCFL. സ്ലിപ്പ് അറ്റ് ഫുൾ ലോഡാണ് SFL. ബാക്കി ST റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിനെ, FL റെപ്രസെൻ്റ് ചെയ്യുന്ന ഫുൾ ലോഡിന്. ഓക്കെ, S റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ലിപ്പിനെ, FL റെപ്രസെൻ്റ് ചെയ്യുന്ന ഫുൾ ലോഡ്. അപ്പോൾ ഇതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ബേസ് ഇക്വേഷൻ. ഓക്കെ, ഇത് നമ്മൾ കറക്റ്റായിരിക്കണം, ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അടുത്തത് അപ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് സ്റ്റാർട്ടിങ്ങിൽ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളെ സ്റ്റാർട്ടിങ് കറണ്ട് എന്താണ്, 5 to 8 ടൈംസ് നോർമൽ ഫുൾ ലോഡ് കറണ്ട് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് സ്റ്റാർട്ടിങ് മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യണം, എംപ്ലോയ് ചെയ്യണം. എന്തിന്? ടു റെഡ്യൂസ് ദ ഹൈ സ്റ്റാർട്ടിങ് കറണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് എംപ്ലോയ് ചെയ്യണം. അപ്പം ആ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മോട്ടറിൻ്റെ സൈസിനെയും അല്ലെങ്കിൽ ടൈപ്പിനെയും ഒക്കെ എന്ത് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള 5 ടൈപ്സാണിത്. ഒന്നാമത് തന്നെ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ നിങ്ങൾ ബുക്കുകളിൽ കാണാം DOL സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന സാധനം, അതിതാണ്. രണ്ടാമത്തെ വേരിയബിൾ റിയാക്ടർ അല്ലെങ്കിൽ റെസിസ്റ്റർ സ്റ്റാർട്ടേഴ്സ്. ഓക്കെ, രണ്ടാമതാണ് വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ റിയാക്ടർ സ്റ്റാർട്ടേഴ്സ്. മൂന്നാമതാണ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. നാലാമതാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. അഞ്ചാമതാണ് റോട്ടർ റെസിസ്റ്റർ സ്റ്റാർട്ടർ. ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഒളിഞ്ഞ് നിൽപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു സാധനം മാത്രം സ്ലിപ്പ് റിങ്ങിൽ അപ്ലിക്കബിൾ ആവുള്ളൂ. അതായത് ഒരു മെത്തേഡ് മാത്രം സ്ലിപ്പ് റിങ്ങിൽ മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ, അങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ, സ്ലിപ്പ് റിങ്ങിൽ മാത്രമേ അപ്ലിക്കബിൾ ആവുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതേതായിരിക്കും? ഇതാണ് ആ മെത്തേഡ്. ഇത് ഏതിൽ മാത്രമേ പറ്റുള്ളൂ? സ്ലിപ്പ് റിങ്ങിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം റോട്ടർ റെസിസ്റ്ററുകൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മെത്തേഡുകളൊക്കെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചില്ല, അഡീഷണൽ റെസിസ്റ്ററുകൾ ആഡ് ചെയ്യുന്നത്. അതൊക്കെ എവിടെ മാത്രമാണ്? സ്ലിപ്പ് റിങ്ങുകളിൽ മാത്രമാണ്. ബാക്കിയുള്ളതിലൊക്കെ നമുക്കെന്ന് വെച്ചാൽ യു ക്യാൻ യൂസ് ബോത്ത് യുവർ സ്ലിപ്പ് റിങ് ആൻഡ് യുവർ സ്ക്വിരൽ കേജ്. ബാക്കിയുള്ള 4 മെത്തേഡുകൾ ബോത്ത് സ്ക്വിരൽ കേജിലും അതുപോലെ സ്ലിപ്പ് റിങ്ങിലും എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ബട്ട് ദിസ് ഈസ് ഓൺലി യൂസ്ഡ് ഇൻ യുവർ സ്ലിപ്പ് റിംഗ് മെത്തേഡ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ DOL സ്റ്റാർട്ടിങ്. ഓക്കെ, ഇതിൻ്റെ പഠിക്കേണ്ട പോയിൻറ്റുകളാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാരണം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിലെന്ന് വെച്ചാൽ ചോദ്യം ചോദിക്കുന്നത് വളരെ പ്രിസ്ക്രൈബ്ഡ് ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചോദ്യങ്ങൾ പഠിക്കാനാണ്. ഈ മെത്തേഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. മെത്തേഡ് ഒന്നുമില്ല, മെത്തേഡ് വളരെ സിമ്പിളാണ്. ഓക്കെ, ആ സിമ്പിൾ മെത്തേഡിൻ്റെ സിമ്പിൾ കൺസെപ്റ്റ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത്.
ഓക്കെ, അത് നമുക്ക് നോക്കാം. അപ്പം DOL സ്റ്റാർട്ടിങ് പ്രത്യേകത വെച്ചാൽ DOL സ്റ്റാർട്ടിങ് വെരി സ്മോൾ മോട്ടറുകളിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ് ടു 5 HP 5 HP വരെയുള്ള വെരി സ്മോൾ ഇൻഡക്ഷൻ മോട്ടറുകളിലാണ് DOL സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ DOL മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ എക്സെപ്റ്റ് DOL ഒഴികെയുള്ള എല്ലാ മെത്തേഡുകളും നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വി ആർ എംപ്ലോയിങ് റെഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ന കൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ DOL അതില്ല. ഓക്കെ, ബാക്കിയുള്ള എല്ലാ മെത്തേഡിലും നമ്മൾ വോൾട്ടേജ് റിഡക്ഷൻ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് വോൾട്ടേജ് അക്രോസ് യുവർ മോട്ടർ ടെർമിനൽസ് എന്ന കൺസെപ്റ്റിലാണ് പോകുന്നത്. ബട്ട് ഇൻ DOL ദർ ഈസ് നോ സച്ച് തിങ്. ഓക്കെ, അപ്പം ഈ DOL പിന്നെ പഠിക്കേണ്ട കാര്യം ഇതിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, ഈ DOLൻ്റെ ഇക്വേഷനാണ് ആക്ച്വലി ഞാൻ നേരത്തെ എഴുതി വെച്ച ഇക്വേഷൻ. ഏതാണ്? TST/TFL is equal to IST/IFL the whole square into SFL. ക്ലിയർ? അതായത് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇക്വേഷനാണിത്. ഓക്കെ, നമ്മളിത് ഈ DOL സ്റ്റാർട്ടറുകളൊക്കെ പ്രൊട്ടക്റ്റ് ഡിവൈസുകളായിട്ടല്ലേ യൂസ് ചെയ്യുന്നത്, സ്റ്റാർട്ടേഴ്സൊക്കെ. ഓക്കെ, അതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ലോ വോൾട്ടേജ് റിലേകളിലും അതുപോലെ തന്നെ നമ്മുടെ ഓവർ കറണ്ട് അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് റിലേസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട്. ക്ലിയർ? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് സ്ട്രെസ് ചെയ്യാത്തത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ 3 പോയിൻ്റാണിത്. ഒന്ന്, അത് 5 HP മോട്ടറിൽ താഴെയുള്ളതിൽ മാത്രമേ യൂസ് ചെയ്യുന്നത്, സ്മോൾ പവർ മോട്ടറിൽ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, റെഡ്യൂസ്ഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുള്ള മെത്തേഡ് അല്ല യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കാം. ക്ലിയർ? പിന്നെ സ്റ്റാർട്ടിംഗ് ടോർക്കിൻ്റെ ഇക്വേഷനാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷനും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സാധനത്തിനും റെഡ്യൂസ് വോൾട്ടേജ് മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത് നോക്കാം. എക്സ്റ്റേണൽ സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ്. ബാക്കിയുള്ള സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഈ കൺസെപ്റ്റ് റെഡ്യൂസ്ഡ് വോൾട്ടേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ എക്സ്റ്റേണൽ സ്റ്റാർട്ടിംഗ് അപ്ലൈഡ് വോൾട്ടേജ് ടു ദ ഇൻഡക്ഷൻ മോട്ടർ ഷുഡ് ബി റെഡ്യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിങ്. എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എക്സ്റ്റേണലിലെ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ അറേഞ്ച്മെൻറ്റുകളാണ് നമ്മൾ പല പേരുകളായിട്ട് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ആ സ്റ്റാർട്ടിംഗ് വോൾട്ടേജ് റിഡക്ഷൻ നടത്താൻ വേണ്ടിയുള്ള പല ടൈപ്പ് അറേഞ്ച്മെൻറ്റുകളാണ് നമ്മൾ പല പേരിൽ പഠിച്ചത്. അതിൽ ഒന്നാമത്തെ പേരാണിത്. എന്ത്? സീരീസ് റിയാക്ടർ അല്ലെങ്കിൽ റെസിസ്റ്റർ മെത്തേഡ്. ക്ലിയർ? രണ്ടാമതാണ് ഓട്ടോ ട്രാൻസ്ഫോമർ മെത്തേഡ്. മൂന്നാമതാണ് സ്റ്റാർ ഡെൽറ്റ മെത്തേഡ്. ഇതാണ് നമ്മുടെ 3 മെത്തേഡുകൾ. ഓക്കെ, അപ്പോൾ ഈ 3 മെത്തേഡുകളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതിലെല്ലാം ഇങ്ങനെ നമ്മളതിൻ്റെ ഫിഗർ എടുത്ത് വരച്ച് അതിൻ്റെ എങ്ങനെയാണ് റിഡക്ഷൻ നടക്കുന്നത് എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, അറിയണമെന്നൊന്നുമില്ല. ഓക്കെ, ഇതിലാകെയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് റിഡക്ഷൻ നടക്കുന്നതെന്നല്ല, ഈ റിഡക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് എന്താണ് ഇതിൻ്റെ എഫക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ആ വോൾട്ടേജ് റിഡക്ഷൻ നടക്കുമ്പോൾ ആ ടോർക്കിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക കാര്യമായിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ പിന്നെ ഒരു പോയിൻ്റ് എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം. അതായത് സീരീസ് റിയാക്ടർ അല്ലെങ്കിൽ റെസിസ്റ്റർ മെത്തേഡ് നോക്കാം. ഓക്കെ, സീരീസ് റിയാക്ടർ അല്ലെങ്കിൽ റെസിസ്റ്റർ മെത്തേഡ് നോക്കുമ്പോൾ ഈ മെത്തേഡിലെ പ്രത്യേകത, ഈ മെത്തേഡ് എങ്ങനെ കണക്ട് ചെയ്തെന്ന് ചോദിക്കാം. ഇൻ ദിസ് മെത്തേഡ് എക്സ്റ്റേണൽ റിയാക്ടറുകൾ അല്ലെങ്കിൽ റെസിസ്റ്ററുകൾ എങ്ങനെ കണക്ട് ചെയ്തെന്ന് വെച്ചാൽ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഈച്ച് ഫേസ് ഓഫ് ദ സ്റ്റേറ്റർ വൈൻഡിങ്. സ്റ്റേറ്റർ വൈൻഡിങ്ങിൻ്റെ ഓരോ ഫേസിലും സ്റ്റാർട്ടിങ്ങിൽ ഈച്ച് ഫേസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, റിയാക്ടറുകൾ സീരീസ് ആയിട്ടാണ് സ്റ്റേറ്റർ വൈൻഡിങ്ങിന് കണക്ട് ചെയ്തതെന്ന് നോക്കുക. അപ്പം ഇതിൻ്റെ പ്രത്യേകത ദിസ് കോസസ് വോൾട്ടേജ് ഡ്രോപ്പ്. നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ റെസിസ്റ്ററുകൾ അല്ലെങ്കിൽ റിയാക്ടറുകളുടെ അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ക്ലിയർ? അങ്ങനെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നത് കൊണ്ട് ഈ മോട്ടർ ടെർമിനലിലേക്ക് എത്തുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് അവൈലബിൾ അക്രോസ് യുവർ മോട്ടർ ടെർമിനൽ അല്ലെങ്കിൽ മോട്ടർ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന മോട്ടർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വോൾട്ടേജ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അങ്ങനെ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് കുറയും, സ്റ്റാർട്ടിങ് കറണ്ട് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ക്ലിയർ? അപ്പോൾ എക്സ്റ്റേണൽ റിയാക്ടറുകൾ നമ്മൾ സീരീസ് ആയിട്ട് വെക്കുക സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ. അങ്ങനെ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ എക്സ്റ്റേണൽ റിയാക്ടറുകൾ അല്ലെങ്കിൽ റെസിസ്റ്റർ കൊടുക്കുന്നത് കൊണ്ട് അവിടെ വോൾട്ടേജ് ഡ്രോപ്പ്, റെസിസ്റ്റർ ആണല്ലോ കൊടുക്കുന്നത്, അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ ഇനീഷ്യലി എന്ത് ചെയ്യും, വോൾട്ടേജ് ഡ്രോപ്പ് റെസിസ്റ്ററുകളുടെ അക്രോസ് ഒക്കെ ചെയ്യും.
അങ്ങനെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് ആ മോട്ടർ ടെർമിനൽസിലുള്ള വോൾട്ടേജ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതവിടെയുള്ള സ്റ്റാർട്ടിങ് കറണ്ട് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ക്ലിയർ? അപ്പോൾ റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് വോൾട്ടേജ് കുറയ്ക്കുന്നു, അതാണ് കൺസെപ്റ്റ്. ക്ലിയർ? ഇനി ദ സ്റ്റാർട്ടിങ് റെസിസ്റ്റർ അല്ലെങ്കിൽ റിയാക്ടേഴ്സ് ആർ ഗ്രാജുവലി കട്ട് ഔട്ട് ഇൻ സ്റ്റെപ്സ്. പെട്ടെന്ന് അങ്ങ് കുറക്കുമല്ലേ, അപ്പോൾ പതുക്കെ കട്ട് ഔട്ട് ഇൻ സ്റ്റെപ്സ് ഫ്രം സ്റ്റേറ്റർ സർക്യൂട്ട് ആസ് ദ മോട്ടർ പിക്സപ്പ് സ്പീഡ്. മോട്ടറിനെ സ്പീഡ് പിക്കപ്പ് ചെയ്യുന്നതോടുകൂടി മെല്ലെ കൂട്ടുന്നതോടുകൂടി റെസിസ്റ്ററുകൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു അല്ലേ. വെൻ ദ മോട്ടർ അറ്റൈൻസ് റേറ്റഡ് സ്പീഡിലേക്ക് എത്തുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദ റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ റിയാക്ടേഴ്സ് ആർ കംപ്ലീറ്റ്ലി കട്ട് ഔട്ട്. ഇത് മൊത്തം എന്ത് ചെയ്യും, കട്ട് ഔട്ട് ആവും. എന്നിട്ട് എന്ത് ചെയ്യും, ആൻഡ് ഫുൾ ലൈൻ വോൾട്ടേജ് അപ്ലൈ ടു റോട്ടർ. അങ്ങനെ ഫുൾ ലൈൻ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ സപ്പോസ് ഇഫ് നമ്മളുടെ വോൾട്ടേജ് ഈസ് റെഡ്യൂസ് ടു എക്സ് വി ടൈംസ് ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ISTയും ഏത് ടൈംസിനെ റെഡ്യൂസ് ചെയ്യും, ദെൻ നമ്മൾ പറഞ്ഞു വോൾട്ടേജ് എത്രയാണോ റെഡ്യൂസ് ചെയ്യുന്നത് അത്രയും ടൈംസിനെ റെഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ദിയർ IST ഈസ് ഓൾസോ റെഡ്യൂസ് ടു എക്സ് ഇൻറ്റു ISC. ക്ലിയർ? എക്സ് ഇൻറ്റു IST അല്ലേ, എക്സ് ഇൻറ്റു IST. സ്റ്റാർട്ടിങ് കറണ്ട് എന്ത് ചെയ്യും, എക്സ് ഇൻറ്റു IST സമയത്ത് തന്നെ കുറയും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തിരുന്ന ഫോർമുല എന്തായിരുന്നു, TST by TFL is equal to IST by IFL the whole square into SFL. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സ്റ്റാർട്ടിങ് കറണ്ട് എന്താവുകയാണ്, എക്സ് ടൈംസ് IST ആവുകയാണ് അല്ലേ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ എന്ത് വരും, എക്സ് IST by IFL the whole square into SFL. ശരിയല്ലേ? അപ്പോൾ ഇവിടുന്ന് എക്സ് സ്ക്വയർ പുറത്തേക്ക് വരുമല്ലോ. So it will be x square IST by IFL the whole square into SCFL. ഇതാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്കിൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു IST by IFL the whole square into SFL. ക്ലിയർ? അപ്പം ഈ DOL മെത്തേഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ത് ചെയ്തു, എത്ര ഫ്രാക്ഷൻ കുറഞ്ഞു, എക്സ് സ്ക്വയർ ടൈംസ് കുറഞ്ഞു വെൻ കമ്പയർ ടു DOL. DOLനെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ത് ചെയ്തു, എക്സ് സ്ക്വയർ ടൈംസ് കുറഞ്ഞു. ക്ലിയർ? അപ്പം ഇതിൻ്റെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമുല, ഇതാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ആപ്ലിക്കേഷനാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ പഠിക്കേണ്ടത് കാര്യം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് റിഡക്ഷൻ വളരെ കൂടുതലുള്ള സ്ഥലത്ത്, അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് കറണ്ട് റിഡക്ഷനെക്കാട്ടിയും കൂടുതൽ സ്റ്റാർട്ടിങ് ടോർക്ക് റിഡക്ഷൻ കുറവുള്ള സ്റ്റാർട്ടിങ് ടോർക്ക് റിഡക്ഷൻ കൂടുതൽ പ്രിഫറൻസ് ഉള്ള സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏത്. കാരണം ഇവിടെ സ്റ്റാർട്ടിങ് ടോർക്ക് കൂടി, എക്സ് സ്ക്വയർ ടൈംസ് കുറഞ്ഞു, എക്സ് സ്ക്വയർ ടൈംസ് കുറവാണ്. സ്റ്റാർട്ടിങ് കറണ്ട് എക്സ് ടൈംസേ കുറഞ്ഞിട്ടുള്ളൂ. എക്സ് ടൈംസ് കുറയുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ടോർക്ക് എക്സ് സ്ക്വയർ ടൈംസ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ് ടോർക്ക് വളരെ കൂടുന്നത് കമ്പയർ ടു സ്റ്റാർട്ടിങ് കറണ്ട്, ആ സ്ഥലത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡാണിത്. ഓക്കെ, അപ്പോൾ ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് വേർ ദിസ് മെത്തേഡ് കനോട്ട് ബി യൂസ്ഡ് വേർ. ഏത് സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, ഹൈ സ്റ്റാർട്ടിങ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്ത് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു മെത്തേഡാണ് എന്ത്, നമ്മുടെ സീരീസ് റെസിസ്റ്റർ അല്ലെങ്കിൽ റിയാക്ടർ മെത്തേഡുകൾ. ഓക്കെ, അപ്പോൾ ഇത് എവിടെ മാത്രമേ പറ്റുള്ളൂ, ദിസ് ക്യാൻ ബി ഓൺലി അപ്ലിക്കബിൾ ടു ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് മെത്തേഡ്സ്. ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഈ മെത്തേഡ്സ് പറ്റുള്ളൂ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളുകൾ വേണമെങ്കിൽ ചോദിക്കുക. അതായത് പമ്പ്സ് അതുപോലെ ഫാൻ ടൈപ്പ് ലോഡുകളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കാം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്താണ്, ദിസ് ക്യാൻ റെഡ്യൂസ് ദ സ്റ്റാർട്ടിംഗ് പവറിനെ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. കാരണം റെസിസ്റ്റർ സീരീസിലുണ്ട്, അപ്പോൾ പവർ ലോസ് വരും. അങ്ങനെ പവറിനെ റെഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ്. അപ്പം പവർ റെഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ എഫിഷ്യൻസി എന്ത് ചെയ്യാം, കുറയാം അല്ലേ. പവർ ലോസ് ഉണ്ടാകുമ്പോൾ എഫിഷ്യൻസി എന്ത് ചെയ്യാം, കുറയാം. അതാണ് അതിൻ്റെ ഒരു പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ആ മെത്തേഡെന്ന് ഓർക്കുക, സീരീസ് റെസിസ്റ്റൻസ് റിയാക്ടർ. ഇനി അടുത്തത് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടിങ്. ഓക്കെ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതും നമ്മുടെ ചെറിയൊരു വ്യത്യാസത്തിലാണ് നമ്മളത് പഠിക്കുന്നത്. ഓക്കെ, നമ്മളൊരു ഓട്ടോ ട്രാൻസ്ഫോമിങ് ടാപ്പിംഗ് കൊടുക്കുകയാണ്. വി ആർ അപ്ലൈയിങ് എ ടാപ്പിംഗ് ഓഫ് K%. ഒരു K% ഓട്ടോ ട്രാൻസ്ഫോമർ ടാപ്പിംഗ് നമ്മൾ എന്ത് ചെയ്യുവാണ്, കൊടുക്കുകയാണ്.
ഓക്കെ. അപ്പോൾ ഈ K% കൊടുക്കുമ്പോൾ നമ്മളുടെ ലൈൻ കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് ലൈൻ കറണ്ട് ഉണ്ട്. ആ ഷോർട്ട് സർക്യൂട്ട് ലൈൻ കറണ്ട് ഉണ്ടാകുന്ന ചേഞ്ച് നമ്മൾ ഓർക്കണം. ഓക്കെ. അപ്പം എന്താണ് ഇതിൽ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ പവറിൻ്റെ ഇക്വേഷൻ ഇപ്പം KVA ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ എഴുതുവാണെങ്കിൽ ഇറ്റ് വിൽ ബി √3 VLIL. ശരിയല്ലേ? അതായത് ഈ ലൈൻ കറണ്ട് എന്ന് പറയുന്നത് ഈ K² ടൈംസ് ISC ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ. ISC എന്ന് വെച്ചാൽ ഷോർട്ട് സർക്യൂട്ട് ലൈൻ കറണ്ട്. ഓക്കെ. അത് ഷോർട്ട് സർക്യൂട്ട് ലൈൻ കറണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ K² ടൈംസ് ISC ആവുമെന്നാണ് പറയുന്നത്. ISC എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ. ഓക്കെ. അതന്നെയാണ് ഉദ്ദേശിച്ചത്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കറണ്ട്. ഓക്കെ. ആ ഒരു പോയിൻ്റാണ് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എന്ത് പറയാമെന്ന് വെച്ചാൽ യുവർ സ്റ്റാർട്ടിങ് കറണ്ട് ഓഫ് സ്റ്റേറ്റർ ഫ്രം ഓട്ടോ ട്രാൻസ്ഫോമർ എന്നുള്ള സ്റ്റാർട്ടിങ് കറണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ എക്സ് ടൈംസ് ISC ആവും. ഓക്കെ. ഇനി അതല്ല നിങ്ങളോട് ചോദിക്കുകയാണ് സ്റ്റാർട്ടിങ് കറണ്ട് ഫ്രം സപ്ലൈ ലൈൻ എന്നുള്ള സ്റ്റാർട്ടിങ് കറണ്ട് എത്ര ടൈംസ് എന്ന് വെച്ചാൽ അത് ഈക്വൽ ടു X² ISC ആവും. X² എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ K². ക്ലിയർ? അപ്പോൾ എത്ര ടൈംസ് ISC ആവും? K² ISC ആവുമെന്ന് ഓർക്കുക. ഓക്കെ. അപ്പോൾ സ്റ്റാർട്ടിങ് കറണ്ട് ഡ്രോൺ ബൈ യുവർ ഓട്ടോ ട്രാൻസ്ഫോമർ ഫ്രം യുവർ സോഴ്സ് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇഫ് സപ്പോസ് ദ സ്റ്റാർട്ടിങ് കറണ്ട് ഡ്രോൺ ബൈ ഓട്ടോ ട്രാൻസ്ഫോമർ, ഇത് പഠിച്ചാൽ മതി, ബൈ ഓട്ടോ ട്രാൻസ്ഫോമർ ഫ്രം സോഴ്സ് എന്നുള്ള കറണ്ട്, ഓട്ടോ ട്രാൻസ്ഫോമർ ഡ്രോ ചെയ്യുന്ന കറണ്ട് ഈസ് റെഡ്യൂസ്ഡ് ടു എ ഫ്രാക്ഷൻ ഓഫ് K² ISC. ഇത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. കറണ്ട് ഇങ്ങനെ തന്നെ ചോദിക്കും. കറണ്ട് ഡ്രോൺ ബൈ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കറണ്ട് ഡ്രോൺ ബൈ ഓട്ടോ ട്രാൻസ്ഫോമർ ഫ്രം സോഴ്സ് ഈസ് റെഡ്യൂസ്ഡ് ടു എ ഫ്രാക്ഷൻ ഓഫ് K² ISC. അതായത് ഈ മെത്തേഡിൽ എത്ര % ടാപ്പിംഗ് ആണ്, K% ടാപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ബിക്കോസ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട് ഡ്രോൺ ബൈ യുവർ ഇൻഡക്ഷൻ മോട്ടർ റെഡ്യൂസസ് ബൈ എ ഫ്രാക്ഷൻ ഓഫ് K% വെൻ കമ്പയർഡ് ടു യുവർ DOL. DOLനെ കമ്പയർ ചെയ്യുമ്പോൾ K% ആണ് കുറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞു X% ആയിരുന്നു കുറഞ്ഞത്. ഏത് നമ്മളുടെ റിയാക്ടർ റെസിസ്റ്റർ സ്റ്റാർട്ടിങ്ങിൽ X% അല്ല, X ടൈംസ് കുറഞ്ഞു അല്ലേ. ഇവിടെ നമ്മൾ K% ടാപ്പിംഗ് ആണ് കുറയുന്നത്. അപ്പം എത്ര ടൈംസ് നിങ്ങളെ ലൈൻ കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ഡ്രോൺ ഫ്രം സോഴ്സ് റെഡ്യൂസ് എന്ന് വെച്ചാൽ K² ISC ആണ്. ക്ലിയർ? ഇനി ഇതിൽ നമ്മൾ ആ ഫോമുലയിൽ ഒറ്റ ചേഞ്ചേ ഉള്ളൂ. നേരത്തെ പഠിച്ച ഫോമുലയിൽ ഒറ്റ ചേഞ്ചേ ഉള്ളൂ. ആ ഫോമുല നല്ല വൃത്തിക്ക് പഠിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു K² IST ബൈ IFL ദ ഹോൾ സ്ക്വയർ ഇൻറ്റു SFL. ഇതാണ് നമ്മുടെ ഫോമുല. നേരത്തെ ഇതിന് പകരം അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഈ XISC ആവുന്നതിന് പകരം ഈ K². ഓക്കെ. XISC തന്നെ ആയിരുന്നു, പക്ഷെ അത് പുറത്തേക്ക് വരുമ്പോൾ X² ആവും. അതുപോലെ തന്നെ ഇതിന് പകരം ഇവിടെ എന്താവും? K². ക്ലിയർ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചേഞ്ച്. അപ്പോൾ ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് റെഡ്യൂസസ് ബൈ എ ഫ്രാക്ഷൻ ഓഫ് ആ ടാപ്പിംഗ് എത്രയാണ്? K² ആണ്. ആൻഡ് കമ്പയർ ടു യുവർ DOLനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ റിഡക്ഷൻ. ക്ലിയർ? അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സ്റ്റേറ്റർ റെസിസ്റ്റർ അല്ലെങ്കിൽ റിയാക്ടറിനെ സംബന്ധിച്ചോളം നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഒരു ഫർദർ ഫ്രാക്ഷൻ Kയിലേക്ക് കുറയുവാണ്. അതായത് സ്റ്റാർട്ടിംഗ് കറണ്ട് റിഡക്ഷൻ എന്താണ്? വളരെ കൂടുതലാണ് ഇവിടെ. കാരണം നമ്മൾ സപ്ലൈ എന്നുള്ള കറണ്ട് X² ടൈംസ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ മറ്റേ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ X ടൈംസ് ISC കുറഞ്ഞുള്ളൂ. ഇവിടെ K² ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലൈ എന്നുള്ള സാധനം കുറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ മോട്ടർ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോമർ ടാപ്പിംഗ് ചേഞ്ചുകൾ ഇറ്റ് ക്യാൻ റെഡ്യൂസ് മോർ ഇൻറഷ് കറണ്ട്. ബാക്കിയുള്ള എല്ലാ മെത്തേഡിനെക്കാട്ടിയും മാക്സിമം ഇൻറഷ് കറണ്ട് ഏതിനെ കുറയ്ക്കും അല്ലെങ്കിൽ ഏത് മെത്തേഡ് കാരണം കുറയും ചോദിച്ചാൽ അതിൻ്റെ പേരാണ്, ഇത് ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് ഓർക്കുക. ഓക്കെ. ഓട്ടോ ട്രാൻസ്ഫോമർ ആണെന്ന് ഓർക്കുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ചെറിയ മോട്ടറുകൾക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. വലിയ മോട്ടറുകൾക്ക് ഇത് യൂസ് ചെയ്യാറുള്ളൂ സാധാരണ. ഓക്കെ. അപ്പോൾ ഇതാണ് ഓർക്കേണ്ട പോയിൻ്റ്.
മാക്സിമം ഇൻട്രസ്റ്റ് കറണ്ടിനെ ഏത് മോട്ടർ കുറക്കുന്നത് വെച്ചാൽ ഓട്ടോ ട്രാൻസ്ഫോമറാണ്. അറ്റ് ദ സെയിം ടൈം ഈക്വേഷനും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ ഒരു ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് വെച്ചാൽ ഹൈ സ്റ്റാർട്ടിങ് ടോർക്കുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു ലോഡാണിത്. ഓക്കെ, ഹൈ സ്റ്റാർട്ടിങ് ടോർക്കുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ലോഡാണെന്നും കൂടി ഓർത്ത് വെച്ചു. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്. ഇനി അടുത്ത മെത്തേഡാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടിങ്. അപ്പോൾ ഇതും എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ ഡിസൈൻസ് എസ് ദാറ്റ് നമ്മളെ സ്റ്റേറ്റർ വൈൻഡിങ്ങുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഡെൽറ്റയിൽ ഓപ്പറേറ്റ് ചെയ്യണം, ഡെൽറ്റ റണ്ണിങ് കണ്ടീഷനിലാണ് എന്നുള്ള രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്പയർ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് പോവുക. വേറെ ഒന്നിനും ഇപ്പം സ്റ്റാർട്ടിങ് കറണ്ട് ഫേസും ലൈൻ ഫേസും സ്റ്റാർ ഡെൽറ്റയിലെ സ്റ്റാർ കൺവേർഷൻ ഡെൽറ്റ കൺവേർഷൻ ഒന്നും എഴുതുന്നില്ല. ഞാൻ ഡയറക്റ്റ് സ്റ്റാർട്ടിങ് ടോർക്കും ഇതും തമ്മിലുള്ള റിലേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ടോർക്ക് ബൈ ഫുൾ ലോഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ 1/3 ടൈംസ് സ്റ്റാർട്ടിങ് കറണ്ട് ബൈ ഫുൾ ലോഡ് കറണ്ട് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു SFL. ഇതാണ് അതിൻ്റെ ഫോർമുല. ക്ലിയർ? സോ 1/3 ടൈംസ് സ്റ്റാർട്ടിങ് കറണ്ട് ടു ഫുൾ ലോഡ് കറണ്ട് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു SFL. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ DOLനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര ടൈംസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, 1/3 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ 3 ഫേസിലുള്ളൊരു സംഭവമാണ്. അത് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചു. അതായത് നമ്മളെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, ദ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഈസ് ആക്ച്വലി equivalent to, ഈ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഈസ് equivalent to ഓട്ടോ ട്രാൻസ്ഫോമർ വിത്ത് എത്ര പെർസെൻറ്റേജ് ടാപ്പിംഗ് എന്ന് ചോദിക്കാം. അതായത് 5% ടാപ്പിങ്ങിലാണ്, 5% അല്ല, 57.7% ടാപ്പിങ്ങിലാണ് വരുന്നത്. ഓക്കെ, അത് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ഈ മെത്തേഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഹൈ ടോർക്ക് തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് കേട്ടോ. ഹൈ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ഓക്കെ, മെയിനായിട്ട് ആ ഫോർമുലാസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. വേറെ ഇതിലൊന്നും കൂടുതൽ ചോദിക്കാറൊന്നുമില്ല ക്വസ്റ്റ്യൻസ്. ആ ഫോർമുല ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും കാണാറ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളൊരു സമ്മറി പോലെ പറയുവാണെങ്കിൽ നമ്മൾ മെത്തേഡ്സുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. 5 മെത്തേഡുകളുണ്ട്. അതിൽ DOL ഉണ്ട്, അതുപോലെ സ്റ്റേറ്ററിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്ടർ സ്റ്റാർട്ടിങ് ഉണ്ട്, സിമിലർലി ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റാർ ഡെൽറ്റ ഉണ്ട് അല്ലേ, റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടിങ് നമ്മൾ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, നമുക്ക് ഇവിടെ നോക്കണമെന്നില്ല. കാരണം ഇവിടെ കുറച്ച് ഇക്വേഷൻസ് ഡീൽ ചെയ്യുന്നത്. റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ സ്റ്റാർട്ടിംഗ് റെസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് തന്നെയാണ് സ്ലിപ്പ് റിങ്ങിൻ്റെ വർക്കിംഗ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അത് പിന്നെയും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ റോട്ടർ റെസിസ്റ്റൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. ഇത് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്ക്വിറൽ കേജിനും അതുപോലെ സ്ലിപ്പ് റിങ്ങിനും എന്താണ് അപ്ലിക്കബിൾ ആണ്. ഇത് ഏതിന് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ, സ്ലിപ്പ് റിങ്ങിന് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ശരിയല്ല, അതാണ് അവിടുത്തെ ഒരു പോയിന്റ്. ഓക്കെ, ഇനി നമ്മുടെ DOLലേക്ക് വരുമ്പോൾ എന്തായിരുന്നു, 5 HP വരെയൊക്കെ പറ്റുള്ളൂ. അതായത് ഒരു 7.5 kW, നമ്മൾ കിലോ വാട്ടിലാണ് പറയുമ്പോൾ 7.5 kW വരെയൊക്കെ പറ്റുള്ളൂ അല്ലേ. പിന്നെ അതിൻ്റെ ഇക്വേഷൻ ഓർക്കുക, എന്താണ്, സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്ക് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു SFL, ഇത് DOL. അടുത്തത് ഏതാണ്, റിയാക്ടർ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സ്റ്റാർട്ടിങ്. അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ ഇതേ ഫോർമുല തന്നെ റെസിസ്റ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ ഇതെന്താവും, X² ആവും. ബാക്കി ഇതൊക്കെ സെയിം. ഇനി അടുത്തത് ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് വരുമ്പോൾ എന്താണ്, ടാപ്പിംഗ് ആണ്, K² ആവും. ഇനി സ്റ്റാർ ഡെൽറ്റയിലേക്ക് വരുമ്പോൾ 1/3 ആവും. ഇത്രയും പഠിച്ചാൽ മതി. വേറെ നമ്മൾ കൂടുതൽ ആഴത്തിലേക്കൊന്നും പോകേണ്ട ഒരാവശ്യവും വരുന്നില്ല. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ 3 മെത്തേഡ്സ്. നമ്മുടെ സ്ക്വിറൽ ഗേജ് സ്ലിപ്പ് റിങ്ങിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, സ്ലിപ്പ് റിങ്ങിൽ അത് യൂസ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്കിൻ്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. പിന്നെ റോട്ടർ റിയാക്ടർ സ്റ്റാർട്ടിങ്ങിലേക്ക് വരുമ്പോൾ ഇതിന് മുന്നിൽ X² വരും. ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് വരുമ്പോൾ ഇതിന് മുന്നിൽ ഒരു K² വരും.
സ്റ്റാർ ഡെൽറ്റയിലേക്ക് വരുമ്പോൾ ഇതിന് മുന്നിൽ എന്ത് ചെയ്യും 1/3 വരും. ക്ലിയർ? അത്രയും കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, നോക്കാൻ വേണ്ടിയുള്ളൂ കാര്യമായിട്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ടാപ്പിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു, ശരിയല്ലേ? പ്രോബ്ലം പറഞ്ഞിരുന്നു അല്ലേ? നമുക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഡിറ്റർമൈൻ ദ സ്യൂട്ടബിൾ ടാപ്പിംഗ് ഓൺ ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ഫോർ ആൻ ഇൻഡക്ഷൻ മോട്ടോർ റിക്വയർഡ് ടു സ്റ്റാർട്ട് ദ മോട്ടർ വിത്ത് 40% ഓഫ് ഫുൾ ലോഡ് ടോർക്ക്. എത്രയാണ്? 40% ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ടോർക്ക് എത്രയാണ്? 40% ഫുൾ ലോഡ് ടോർക്ക്. അതായത് എത്രയാണ്? 0.4 ഫുൾ ലോഡ് ടോർക്ക് എന്നാണ് ഉദ്ദേശം. ഓക്കെ, പിന്നെ ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഓഫ് ദ മോട്ടർ ഈസ് 5 times ഫുൾ ലോഡ് കറണ്ട്. അപ്പം ഷോർട്ട് സർക്യൂട്ട് കറണ്ടും കിട്ടി, അതായത് സ്റ്റാർട്ടിങ് കറണ്ട്. ഓക്കെ, എത്രയാണ്? 5 times ഫുൾ ലോഡ്. ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൽ സ്റ്റാർട്ടിങ് കറണ്ട് രണ്ട് സെയിം ആണ് കേട്ടോ, 5 times ഫുൾ ലോഡ്. പിന്നെ ഫുൾ ലോഡ് സ്ലിപ്പ് കിട്ടി, എത്രയാണ്? 0.035. ഓക്കെ, എന്താണ് ചോദ്യം? ചോദ്യം വളരെ കറക്റ്റാണ്. ദ കറണ്ട് ഡ്രോൺ ഫ്രം ദ മെയിൻസ് ആസ് എ ഫ്രാക്ഷൻ ഓഫ് ഫുൾ ലോഡ്. മെയിൻസ് എന്നുള്ള കറണ്ട് ആസ് എ ഫ്രാക്ഷൻ ഓഫ് ഫുൾ ലോഡ്, അതായത് സപ്ലൈ എന്നുള്ള കറണ്ട് ആസ് എ ഫ്രാക്ഷൻ ഓഫ് ഫുൾ ലോഡ്. അതായത് ചോദ്യം എന്ന് വെച്ചാൽ കറണ്ട് ഡ്രോൺ ഫ്രം ദ സപ്ലൈ ആണ് ചോദ്യം. കറണ്ട് ഡ്രോൺ ഫ്രം സപ്ലൈ. ഓക്കെ, ഈ കറണ്ട് ഡ്രോൺ ഫ്രം സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് എങ്ങനെ വരിക? K² × ISC ആണ്, അല്ലെങ്കിൽ IST ആണ്, ശരിയല്ലേ? ഇതാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് K എവിടെയും തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ K കണ്ടുപിടിക്കണം. K നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? IST/IFL is equal to K² × IST/IFL the whole square into SFL, ശരിയല്ലേ? പിന്നെ TST/TFL എന്ന് പറയുമ്പോൾ TST എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ്? 0.4 TFL എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0.4 TFL/TFL is equal to K² × IST/IFL. IST എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 IFL/IFL the whole square into SFL. SFL എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.035. അപ്പോൾ ഇതിൽ നമ്മുടെ IFL ഇത് കട്ടാവും, ഇത് രണ്ടും കട്ടാവും. അപ്പോൾ ആൻസർ എന്ത് വരും? 0.4 = K² × 5² × 0.035. അപ്പോൾ ഇതിൻ്റെ അകത്ത് K² എന്ന് പറഞ്ഞാൽ 0.4 / 25 × 0.035. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്ക്. യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ലൈക്ക് K² എന്നും പറഞ്ഞ് കിട്ടുക. K² = 0.457 എന്ന് കിട്ടുക. K എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 0.676. ഓക്കെ, 0.676 എന്നാണ് കിട്ടുക. ഓക്കെ, ആ ഒരു പോയിന്റ് കൂടി നോക്കുക. അല്ലെങ്കിൽ K² ഡയറക്റ്റ് എടുത്തോ. K² ഡയറക്റ്റ് എടുത്താലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രശ്നം വരുന്നില്ല. ക്ലിയർ? അപ്പോൾ അത് നോക്കുക. എന്നിട്ട് ആ കിട്ടിയ K² എടുത്തിട്ട് ഇവിടെ ഇട്ടാൽ എന്തായി? നമ്മുടെ സപ്ലൈ മെയിൻസിലേക്കുള്ള ആൻസറായി. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം വേണമെങ്കിൽ ചോദിക്കുക. അപ്പോൾ കറണ്ട് ഡ്രോൺ ഫ്രം സപ്ലൈ എന്നുള്ള ഫോമുലയാണ് ഇമ്പോർട്ടൻറ്റ്. സപ്ലൈയിൽ നിന്ന് എടുക്കുന്ന കറണ്ടിൻ്റെ ഫോമുല ഓർത്ത് വയ്ക്കുക, K² ISC. ഓക്കെ, നെക്സ്റ്റ് ഉള്ളൊരു പ്രോബ്ലം എന്താ വെച്ചാൽ വാല്യൂസ് നോക്കണം. വാല്യൂസ് ഞാൻ റഫ് പറയുന്നതാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാണ് ഫോമുല എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ അപ്പോൾ ഇതാണൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് നേരത്തെ ഉള്ളതിൻ്റെ എല്ലാ ടൈപ്പും ഉള്ള ഒരൊറ്റ പ്രോബ്ലത്തിന് നമുക്ക് ചെയ്യാം. എല്ലാത്തിനും ഓരോരോ ഡിഫറെൻറ്റ് പ്രോബ്ലം ചെയ്യാൻ നിൽക്കേണ്ട, നമുക്ക് എല്ലാം കൂടി ഒരു പ്രോബ്ലത്തിൽ വരുന്ന രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 5 times ഫുൾ ലോഡ്. അതായത് IST എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 IFL, ഒന്നാമത്തെ ഡാറ്റ. പിന്നെ സ്റ്റാർട്ടിങ് കറണ്ട് ഈസ് ലിമിറ്റഡ് ടു നമ്മുടെ എത്രയാണ്? 2.5 times അത് 3 C D ഉള്ളൂ അല്ലേ? അപ്പോൾ ആദ്യത്തെ DOLനും സ്റ്റാർ ഡെൽറ്റയ്ക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം DOL അല്ലേ? അപ്പോൾ DOLൻ്റെ ഇക്വേഷൻ എന്താണ്? TST/TFL = എന്താണ്? IST/IFL the whole square into SFL, ശരിയല്ലേ? അപ്പോൾ IST എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, എത്ര? 5 IFL എന്ന് തന്നിട്ടുണ്ട്. 5 IFL / IFL the whole square into SFL എത്രയാണ്? 4%, അതായത് 0.04. അപ്പോൾ ആൻസർ എത്ര വരും? 5² × 0.04. ആൻസർ വിൽ ബി 1. അപ്പോൾ DOL ഉള്ള ആൻസർ കിട്ടി, 1 ആണ്. ഇതിൻ്റെ ആൻസർ 1. ക്ലിയർ? ഇനി സ്റ്റാർ ഡെൽറ്റ വരുമ്പോൾ എന്താ മാറ്റം വരിക?
നിങ്ങൾക്ക് ഈ പ്രോബ്ലം വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റാർ ഡെൽറ്റ വെച്ച് ഒരു മാത്രമേ വരുള്ളൂ. സ്റ്റാർ ഡെൽറ്റയ്ക്ക് എന്താണ് ഈ ഇക്വേഷനിൽ മാറ്റം വരിക? ഇവിടെ എന്ത് വരും? ഇതേ ഇക്വേഷൻ തന്നെ ഇവിടെ ആര് വരും? ഒരു 1/3 വരും. അതായത് ഈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഫുൾ ലോഡ് ടോർക്കിൻ്റെ ആൻസർ നമുക്ക് 1 കിട്ടി അല്ലേ? അപ്പോൾ ഇതിന് പകരം 1/3. കാരണം നമ്മളെ ഇക്വേഷൻ എന്താണ്? TST/TFL ഈസ് ഈക്വൽ ടു 1/3 IST/IFL ദ ഹോൾ സ്ക്വയർ ഇൻറ്റു SFL. ഇതല്ലേ ഇക്വേഷൻ. അപ്പോൾ ഈ TST/IFL ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 1 എന്ന് പറഞ്ഞ ആൻസർ. അപ്പോൾ ഇവിടെ എന്ത് വരും? 1/3 ഇൻറ്റു 1. സോ ആൻസർ വിൽ ബി 1/3 ഇൻറ്റു 1, ദാറ്റ് വിൽ ബി 0.33. ക്ലിയർ? അപ്പോൾ ഇത്രയും ടൈംസ് ഫുൾ ലോഡ് ടോർക്കാണ് കിട്ടുന്നത്. സ്റ്റാർട്ടിംഗ് ടോർക്കല്ലേ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും ടൈംസ് ഫുൾ ലോഡ് ടോർക്ക്. ക്ലിയർ? ഇനി അടുത്ത ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടിങ്ങിൻ്റെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ലിപ്പല്ല, നമ്മുടെ സ്റ്റാർട്ടിങ് കറണ്ട് മാറുന്നുണ്ട്. 2.5 ടൈംസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ഇവിടുത്തെ സ്റ്റാർട്ടിങ് കറണ്ട് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 ടൈംസ് നമുക്ക് തരുന്നത് നമ്മളെ കറണ്ട് ഡ്രോൺ ഫ്രം സപ്ലൈ കാണാനാണ്. ഓക്കെ, കറണ്ട് ഡ്രോൺ ഫ്രം സപ്ലൈ കാണാൻ വേണ്ടിയാണ് തരുന്നത്. അപ്പോൾ കറണ്ട് ഡ്രോൺ ഫ്രം സപ്ലൈ ബൈ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റാർട്ടിങ് കറണ്ട് ഓഫ് സപ്ലൈ ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് കറണ്ട് ഡ്രോൺ ഫ്രം സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി K² ISC അല്ലേ? ഈ സ്റ്റാർട്ടിങ് കറണ്ട് ഡ്രോൺ ഫ്രം ദ സപ്ലൈ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കറണ്ടാണ് എത്ര തന്നിരിക്കുന്നത്? നമ്മൾ 2.5 ടൈംസ് IFL തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് ഫ്രം സപ്ലൈ ആണ് എത്ര തന്നിരിക്കുന്നത്? 2.5 ടൈംസ് IFL തന്നിരിക്കുന്നത്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്ര കിട്ടും? 2.5 ടൈംസ് IFL ഈസ് ഈക്വൽ ടു K² ഇൻറ്റു ഈ ISC നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എത്രയാണത്? 5 ടൈംസ് IFL. അതിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ടൈംസ് IFL. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് K² എത്ര കിട്ടും? K² വിൽ ബി 5/2. K² വിൽ ബി 2 അല്ല, K² വിൽ ബി 0.5. ശരിയല്ലേ? അപ്പോൾ K എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 1/2 1/√2 അല്ലേ? അപ്പോൾ 0.707 എന്നുള്ള K കിട്ടും. ഇനി നമ്മൾക്ക് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ ഇക്വേഷന് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ഇവിടെ ആരെ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? K² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. K² ഓൾറെഡി നമുക്ക് 0.5 കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ നേരത്തെ ആൻസറിന് എത്ര കിട്ടും? നമ്മൾ TST/TFL എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ TST/TFL എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 0.5 ഇൻറ്റു 1. അതായത് TST എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് ആണ്? 0.5 TFL. ശരിയല്ലേ? നേരത്തെ എത്രയായിരുന്നു? TST എന്ന് പറഞ്ഞാൽ 0.33 TFL ആയിരുന്നു. ഏതിൻ്റെ കേസിൽ? സ്റ്റാർ ഡെൽറ്റേൻ്റെ കേസിൽ. ഇവിടുത്തെ ആൻസർ TST ഈക്വൽ ടു TFL ആണ്. ഇവിടുത്തെ ആൻസർ TST ഈക്വൽ ടു 0.33 TFL ആണ്. ഇവിടുത്തെ ആൻസർ TST ഈക്വൽ ടു 0.5 TFL ആണ്. ക്ലിയർ? ആ ഫോർമുലേൻ്റെ അപ്ലിക്കേഷൻസ് മാത്രം നോട്ട് ചെയ്താൽ മതി. ക്ലിയർ? ഇനി റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടിങ്. റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏത് സ്റ്റാർട്ടിങ് തന്നെയാണ് അല്ലെങ്കിൽ ഏത് തന്നെയാണ് നമ്മളിവിടെ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ റോട്ടർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇൻ ദ സ്റ്റാർട്ടർ സർക്യൂട്ട് അല്ലേ? റെസിസ്റ്റൻസ് ഇൻ ദ സ്റ്റാർട്ടർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ X² ആണ് അപ്ലൈ ചെയ്തിരുന്നത് അല്ലേ? ഇതിന് പകരം നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? X² അപ്ലൈ ചെയ്യുന്നു. ശരിയല്ലേ? അപ്പോൾ X² എന്ന് പറയുന്ന സാധനം എന്താണ്? നമ്മുടെ ഈ IST ഈസ് ഈക്വൽ ടു, അതിനാണ് ഈ സ്റ്റാർട്ടിങ് കറണ്ട് ഇവിടെ തരുന്നത്. 2.5 IFL അല്ലേ? ശരിയല്ലേ? അതിലെ ഇതിനെയാണ് നമ്മൾ X എന്ന് പറയുന്നത്. അതായത് നമ്മൾ IST ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? XIFL എന്നാവുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ X എന്ന് പറഞ്ഞത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ആൻസറുകളിൽ എന്ത് വരും? 2.5 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇൻറ്റു നമ്മളെ ഫുൾ ലോഡ് സ്ലിപ്പ്. അപ്പോൾ ഫുൾ ലോഡ് സ്ലിപ്പ് എത്രയാണ്? 0.04. ഒരു ആൻസർ വിൽ ബി 0.25 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. TST/TFL ഈസ് ഈക്വൽ ടു 0.25 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ആദ്യത്തെ ആൻസർ 1, രണ്ടാമത്തെ ആൻസർ 0.33 TFL, മൂന്നാമത്തെ ആൻസർ 0.5 IFL, നാലാമത്തെ ആൻസർ 0.25 IFL. ഓക്കെ, ഇതാണ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും മെത്തേഡുകളും ഇത്രയും ഫോർമുലകളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. വേറെ ഒന്നും കാര്യമായിട്ട് അറിഞ്ഞിരിക്കണമെന്നില്ല. അപ്പോൾ ഈ ഫോർമുലാസ് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പോയിൻ്റ്. ഓക്കെ, ഫോർമുലാസ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫോർമുലാസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യം.
റിപ്പീറ്റ് ചെയ്ത ഫോമുലകൾ നോക്കുക, ഫോമുലകൾ പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഞാൻ ഇനി തരും, അപ്പം കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, കുറച്ചും കൂടി പ്രോബ്ലംസ് തരുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിൽ ക്ലാരിറ്റി വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.